നമസ്കാരം. നമ്മളിപ്പോ നിൽക്കുന്നത് ചാരുമൂടാണ്. ഇത് നമ്മളൊരു വാഴ ഇവിടുത്തെ അണ്ണന് കൊടുത്തായിരുന്നു. വാഴയാണ്. അത് കൊലച്ചപ്പോ ആദ്യത്തെ പഴം നമുക്ക് ആ അണ്ണൻ പറഞ്ഞ് പഴുത്ത് കഴിഞ്ഞ ആദ്യത്തെ പഴം നിങ്ങൾക്കാണ്. എനിക്കൊരു പഴം വേണം. നമ്മളിപ്പോ എടുത്തു തരും. ഹൈറ്റ് ഇപ്പൊ റെഡിയാക്കി തരും. ഇപ്പൊ എടുത്തു തരുമോ? കഴിക്കാൻ പറ്റും. കാരണം ഈ പഴുത്തിട്ട് കഴിക്കണമെന്നാണ് ഇതിന്റെ പ്രത്യേകത. കഴിക്കാൻ പറ്റൂ. കഴിക്കാം. കഴിച്ചോട്ടെ. ഈ വാഴയ്ക്കും പഴത്തിനും വലിയ പ്രത്യേകതയുണ്ട്. അത് പറയാം കേട്ടോ. അതിനുമ്പ് ഒന്ന് കഴിക്കാല്ലേ? അടിപൊളി. നിന്ന് പഴുക്കണം. ഇതാണ് നല്ല ടേസ്റ്റ് കേട്ടോ. അടിപൊളി. അത് ഇതുമേ നിന്ന് പഴുത്തിട്ടല്ലേ? നിന്ന് പഴുത്താണ് പറിക്കേണ്ടത്. ആനക്ക് ഒരു പഴം കൊടുക്കാം. കാരണം അതിന്റെ വിവരമൊക്കെ പറയാം. പക്ഷെ പ്രതിനെ അടിപൊളി. ഈ കൊലയുണ്ടല്ലോ, നമ്മൾ സിമെന്റ് ചെയ്ത സാധനമാണ് ഇത്. കഴിച്ചത് നമ്മളല്ലാതെ പഴം വെച്ചതാ. അപ്പൊ ഇത് നോക്ക്, ഇത് വർക്കാണ്. ഇതിന്റെ ഇലയൊക്കെ തന്നെ ഉണങ്ങി തന്നെ കണ്ടോ, അതേ രീതിയിൽ. പക്ഷെ ഇത് ചെയ്തിട്ട് ഇപ്പൊ ഏകദേശം ഒരു 3-4 വർഷമായി. 3-4 വർഷം കഴിഞ്ഞൊരു സാധനമാണ്. അപ്പൊ നമ്മൾ അന്ന് വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പൊ ആ ഒരു വീഡിയോ അതിന്റെ രീതിയിൽ തന്നെ ചെയ്തതാണ്. പിന്നെ ചെറിയൊരു വാഴയുണ്ട്. ഇതിന്റെ ഓരോ കാകളും ഓരോ സംഭവങ്ങളും ഇതെല്ലാം നെറ്റ് കൊണ്ടുമൊക്കെ ചെയ്തതാ. നെറ്റ് കൊണ്ട് ചെയ്താ നോക്കിയില്ലേ? ഒറിജിനൽ നോക്കുമ്പോ ആ മരത്തിനൊക്കെ ഇടക്കൊക്കെ നിൽക്കുമ്പോ ഒറിജിനൽ വാഴ ഒരു വ്യത്യാസവും ഇല്ലാതെ തന്നെ ചെയ്തു വെച്ചേക്കുന്നത്. അതുപോലെ നിക്കണ്. അടിപൊളി. ആ ഉണങ്ങിയ ഇലയാണ് ഏറ്റവും സൂപ്പർ അല്ലേ? അതുപോലെ തന്നെ ഈ ഇല ഇതിനെല്ലാം മെഷും കമ്പി മാത്രം കൊണ്ട് ചെയ്തതാ. അങ്ങനെ ചെയ്ത വർക്കാണല്ലേ? അടിപൊളി. പിന്നെ ഇവിടെ ഒരു ആനയുണ്ട്. ആനയുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാല് ഇത് സിമെന്റ് കൊണ്ട് തന്നെ ചെയ്താ. ഫുള്ള് സിമെന്റാ. ഈ സിമെന്റ് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് പെയിന്റ് ഒന്നും ഫെയ്ഡ് ആവത്തില്ല. ഇത് എത്ര നാളായി? ഇതും 4 വർഷമായി. 4 വർഷമായ ആനയാണ്. അടിപൊളിയായിട്ട് ഇത് ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഇതിന്റെ മണ്ടയ്ക്ക് കുട്ടികൾക്ക് കയറാം. അത്ര ഇതിലെ പണിഞ്ഞിരിക്കും. ഏറ്റവും മേളിൽ കുഞ്ഞുങ്ങൾക്ക് കയറിയിരിക്കാം. ഒരു കുഴപ്പമില്ല. പുറകിലോട്ടൊക്കെ അതുപോലെ നഖത്തിന് പോലെയുള്ള കളറുകളെ, അതുപോലെ ഓരോ നരമ്പ് നാടി. ഇപ്പൊ ഇവിടുത്തെ അണ്ണനൊരു വലിയ പ്രത്യേകതയുണ്ട്. അണ്ണൻ എന്ന് പറഞ്ഞാൽ ആനപ്രേമിയാണ്. സ്വന്തമായിട്ട് അദ്ദേഹത്തിന് ആനയുണ്ട്. അപ്പൊ അദ്ദേഹം ആനയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ വീടിന്റെ എല്ലാ ഭാഗങ്ങളും ആനയുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ഹൈറ്റ് അണ്ണൻ പറഞ്ഞിട്ട് ആ ഒരു ഹൈറ്റില് നമ്മൾ ആന ചെയ്തത്. ഒരു ചെറിയ ഹൈറ്റിലാണ് പണിഞ്ഞിരിക്കുന്നത്. നമുക്ക് അന്നെ പരിചയപ്പെടുകയും ചെയ്യാം. പിന്നെ ഇത് മാത്രമല്ല, ഇതിന്റെ കളർ ടോണുകളെ കൃത്യമായിട്ട് ആനയുടെ കളർ ടോൺ അനുസരിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പൊ ഒന്ന് വീണ്ടും റീപെയിന്റ് ചെയ്തതാ. അപ്പൊ റീപെയിന്റ് ചെയ്താൽ ഇനി 1 മാസം 1.5 മാസം കഴിഞ്ഞെങ്കിൽ ഇതൊരു യഥാർത്ഥ കളറിലേക്ക് ആവത്തുള്ളൂ. ഇപ്പൊ നമ്മുടെ വർക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒന്ന് പെയിന്റ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ എനിക്ക് പൊടിഞ്ഞു പോകത്തില്ല, ഒരു പ്രശ്നവും വരത്തില്ല. ഇതുവരെ അങ്ങനെയൊന്നും വന്നിട്ടില്ല. ഇതിപ്പോ ഈ കൊമ്പാണെങ്കിൽ ഇതിന്റെ സാധനങ്ങളായാലും ഒന്നും ഒരു പ്രശ്നവും വരത്തില്ല. തുമ്പിക്കൈയൊക്കെ പക്ക തന്നെ കറക്റ്റ് ആയിട്ട് അടിപൊളി. ഇദ്ദേഹത്തിന് വേണ്ടിയാണ് ചെയ്തത്. ഇദ്ദേഹം നമ്മുടെ ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ വലിയ ബിൽഡിംഗ് ചെയ്യുന്ന കോൺട്രാക്ടറാണ്. ഇദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ഏകദേശം ഒരു 10-20 വർഷമായിട്ട് അണ്ണൻ്റെ ആർട്ട് വർക്കുകളെല്ലാം നമ്മളാ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സൈറ്റുകളിലും. കുറേ കിണറുകളായാലും പല വർക്കുകളും ചെയ്യുന്നുണ്ട്, വെള്ളച്ചാട്ടമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അണ്ണനൊരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആർട്ടിനോട് ഭയങ്കര ഇഷ്ടമുണ്ട്. അപ്പോൾ ആർട്ടിനോട് ഇഷ്ടം ഉണ്ടായതുകൊണ്ട് അദ്ദേഹത്തിന് വീടിനോട് ചേർന്ന് ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനും അപ്പുറം അദ്ദേഹം ആനപ്രേമിയാണ്. എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ആനയുണ്ട്. മാത്രമല്ല ആനയില്ലാത്ത ഒരു സ്ഥലവും ഈ വീടിനകത്തില്ല. അപ്പം ആന എത്ര വർഷം കൊണ്ടാണ് സ്നേഹിക്കുന്നുണ്ട്? 20 വർഷത്തോളമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ആനയെ സ്നേഹിക്കുന്നുണ്ട്. നമുക്കൊരു ആന ഉണ്ടായിരുന്നില്ല, അതിന്റെ പേരെന്തുവായിരുന്നു? ശിവശങ്കരൻ. അപ്പം അതിപ്പം പാട്ടത്തിന് കൊടുത്തേക്കുക ഇവിടുന്ന് അങ്ങോട്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ബന്ധപ്പെട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ആന ഇവിടെ ചെയ്തത്. ഇപ്പൊ എത്ര വർഷമാണ് നമ്മളിവിടെ ചെയ്തിട്ട്? 4 വർഷമായി. അന്ന് ഒറ്റ പ്രാവശ്യമല്ല ഇപ്പൊ പെയിന്റ് ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ രണ്ടാമത് പുതുക്കി ഒന്ന് പെയിന്റ് ഒന്ന് ചെറുതായിട്ട്, വലിയ കാര്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ മാത്രമല്ല അണ്ണൻ്റെ വർക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും പല വെറൈറ്റി ആയിട്ടുള്ള രീതിയിലായിരിക്കും വീടുകൾ ചെയ്യുന്നത്. ആ ഒരു പ്രത്യേകത കൊണ്ടാണ് ഞാനും അണ്ണൻ്റെ കൂടെ തന്നെ കൂടി ഇങ്ങനെ ആർട്ട് ചെയ്യുന്നത്.